ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും ഇറക്കി വിട്ടിട്ടും നമ്മുടെ സിബിന് ഇപ്പോഴും കരച്ചിൽ മാറിയിട്ടില്ല. പുറത്തിറങ്ങി നടന്ന് എല്ലാവരെയും മോസ്റ്റ് ഓവർ ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഓടി നടന്ന കുറ്റങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സിബിൻ്റെ മെയിൻ പരിപാടി. അപ്പം ഈ പറഞ്ഞൊക്കെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജാസ്മിനെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന പല ചാനലും ഉണ്ട്. കാര്യം അവർ ജാസ്മിൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഒരു കണ്ണിൽ കാണത്തില്ല. കാര്യം അതൊരു PR ചാനലാണ്, പല ആളുകളുടെയും PR ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ചെയ്യുന്ന നല്ല കാര്യം ഒന്നും ഇവരെ കണ്ണിൽ കാണത്തില്ല. ശരിയും തെറ്റും നോക്കി പറയത്തതുമില്ല. അവർക്ക് ഇനി ജാസ്മിൻ എന്ത് ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പം ഈ പറഞ്ഞ സിബിനെ പൊക്കി നടക്കുവാണ്. അപ്പം സിബിനാണെങ്കിൽ ഏത് സമയവും പറയാൻ ഇതേ ഉള്ളൂ, ജാസ്മിൻ ഗബ്രി എവിടെ പോയാലും ഇതേ ഉള്ളൂ പറയാൻ. ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു ഒറ്റ വീക്ക് വന്ന് വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ സിബിൻ അല്ലേ. മൈക്ക് വേറെ മാറ്റി വെച്ചു, ഒരു കാര്യത്തിനും പങ്കെടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകുവാണ്, മതിൽ ചാടുവാണ്, ഫുഡ് പോലും കഴിക്കാൻ മാറി ഇരുന്ന ഒരാളാണ് നമ്മുടെ സിബിൻ. ആ ഒരു സിബിനെ ബിഗ് ബോസ് വിളിച്ചു, കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു, നമ്മുടെ സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും രാവിലെ എനിക്ക് പോകണമെന്ന് പറയുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അത് കാരണം എന്ത് ചെയ്തു, പുറത്തേക്ക് വിടുക ചെയ്തത്. ഇപ്പോൾ വന്നിരുന്നുകൊണ്ട് ജാസ്മിൻ പോകണമെന്ന് പറഞ്ഞു, ഗബ്രി പോകണമെന്ന് പറഞ്ഞു, ഗബ്രിക്ക് ഇത്ര വർഷം മെഡിസിൻ കൊടുത്തു, എന്നിട്ട് ഗബ്രി വിട്ടില്ല, എന്നെ പുറത്താക്കിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജാസ്മിനും ഗബ്രിയും പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് കരഞ്ഞു. ഓക്കെയാണ്, ശരിയാണ്. പക്ഷേ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്ന പോലെ മൈക്ക് ഊരി വെച്ചവൻ നടന്നിട്ടില്ല. ബിഗ് ബോസിൻ്റെ റൂൾസ് അനുസരിച്ചാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതവർക്ക് മനസ്സിലായി. പക്ഷേ സിബിൻ അങ്ങനെയല്ല. സിബിന് പുറത്ത് പോയി കാര്യങ്ങൾ അറിഞ്ഞിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിലായിരുന്നു സിബിൻ്റെ വർത്താനം. ഇത് ഞാൻ പറഞ്ഞതല്ല, സിബിൻ തന്നെ പറഞ്ഞതാണ് പല ഇൻ്റർവ്യൂസിലും. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. അതെങ്ങനെയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഗെയിം കളിക്കാൻ പറ്റും? പുറത്തുനിന്ന് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കയറി വന്നത്. കാര്യം വൈൽഡ് കാർഡ് വന്നാൽ പൊളിക്കാൻ പറ്റുന്ന, അതായത് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സീസൺ ആയിരുന്നു ഇത്. അതായത് ഈ വരുന്ന വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് തന്നെ റേറ്റിങ്ങിന് പുറകോട്ടൊന്നുമല്ല, റേറ്റിങ്ങിൽ കുതിപ്പ് തന്നെയാണ്. പക്ഷേ ഒരു രാജാവോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ആഗ്രഹിക്കുമല്ലോ ഒരാൾ ലീഡ് മുന്നോട്ട് പോകണമെന്ന്, അങ്ങനെ ഒരാളില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ വരുന്ന വൈൽഡ് കാർഡിന് സാധിക്കുമായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് കയറി വന്നതാണ് ഈ 6 വൈൽഡ് കാർഡും. പക്ഷേ അവർക്കൊന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സിബിൻ വന്നിരിക്കുകയാണ്, ജാസ്മിൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞു, ഉച്ചവരെ ആയിട്ടും ടാസ്ക് വേണം ചെയ്തില്ല, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് മാത്രം നീതി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഘോരമായി പ്രസംഗിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ സിബിനെ തിരിച്ച് കയറണം. സിബിനെ ഇവരെല്ലാം വിളിച്ച് തിരിച്ച് കയറ്റി അങ്ങ് രാജാവാക്കണം. ഈ സീസണിൽ കപ്പ് നമ്മുടെ സിബിന് വേണം. പക്ഷേ മെനക്കെടാൻ വയ്യ, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കാൻ വയ്യ, ആരും തിരിച്ചൊരു ഭാഗം പറയരുത്. ആ ഒരു വീക്കിൽ സിബിൻ കയറി വന്ന ആ ഒരു പവർ ടീമിൽ സിബിനെതിരെ ആരെങ്കിലും സംസാരിക്കാൻ വന്ന അപ്പോഴേ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ നിന്ന് ഇറങ്ങി ഓടും, അല്ലെങ്കിൽ ഒരുമാതിരി താട്ടി ആക്കി വിടും. അതായത് തിരിച്ചൊരു കാര്യം പറയുന്നത് താങ്ങാനുള്ള ശക്തി മനക്കെട്ടി ഈ പറഞ്ഞ സിബിനില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് പറ്റിയതല്ല ബിഗ് ബോസ് ഷോ. പുറത്തിറങ്ങി വന്നിട്ട് ഈ കിടന്ന് തുള്ളിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ എനിക്ക് ഗബ്രി തോന്നുന്നൊരു ഗുണമെന്ന് പറയുന്നത്, ഗബ്രി ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആ ഒരു പടി വെച്ച് തന്നെ ഗെയിം അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ സിബിൻ്റെ ഗെയിം ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല. സിബിൻ്റെ ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരെ ഇളക്കി വിട്ട്, ബിഗ് ബോസിനെതിരെ ഇളക്കി വിട്ട് ഈ ഒരു ഷോ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റുമോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ സിബിൻ്റെ നിൽക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സിബിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സീസൺ 5 റോബിനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി. എന്തുകൊണ്ടാണ്? അവിടെ ബിഗ് ബോസിനെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് റോബിനെ പിടിച്ച് പുറത്താക്കിയത്. അതേസമയം മര്യാദയ്ക്ക് നിന്ന് സംസാരിച്ചെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു നീതി കിട്ടിയില്ല എന്ന രീതിയിൽ സംസാരിച്ചെങ്കിൽ അവിടെ റോബിന് സംസാരിക്കാനുള്ള ഒരു സ്ഥാനം അവിടെ ഉണ്ടായേനെ. പക്ഷേ റോബിനെ അവിടെ ഈ ഷോ കുളമാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് റോബിനെ പിടിച്ച് പുറത്താക്കിയത്. അതേ ആക്ട് തന്നെയാണ് ഇവിടെ സിബിനും കാണിച്ചത്. മൈക്കൊക്കെ ഊരി വെച്ച് നടക്കുക, ബിഗ് ബോസിൻ്റെ റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുക, അതാണ് ഇവിടെ സിബിൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് സിബിനെ പുറത്താക്കിയത്. ഇതിൽ കരഞ്ഞ് മെഴുകിയിട്ടൊന്നും യാതൊരു ഫലവുമില്ല. ഗെയിം കളിക്കണമായിരുന്നു. ഒരാളുടെ ലാലേട്ടൻ്റെ വഴക്ക് താങ്ങാനുള്ള ഗഡ്സ് പോലും സിബിൻ ഉണ്ടായില്ല. അതുകൊണ്ടാണ് പുറത്താക്കപ്പെട്ടത്. ഇനി കിടന്ന് മോങ്ങിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ കരഞ്ഞ് മെഴുകുകയാണ് ഇപ്പോൾ പുറത്തിറങ്ങി കിടന്നിട്ട്. ഇപ്പോൾ പറ്റുന്നടക്കൊക്കെ കാര്യങ്ങൾ പുറത്ത് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. ജാസ്മിൻ ഇതല്ലാതെ ഈ പറഞ്ഞ സിബിന് യാതൊരു കാര്യമില്ല. ഇപ്പം ഗബ്രി പുറത്ത് പോയി, ഇനിയിപ്പോൾ ജാസ്മിനും കൂടെ ഉള്ളൂ. എന്തൊക്കെ പറയാമോ ഇത് തന്നെയാണ് പറയുന്നത്. ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം
തംബ്നെയിൽ എന്തായാലും ജാസ്മിനാണ്. എന്താണെന്തോ ഇന്ന് ജാസ്മിനോട് ഇഷ്ടവും അല്ല, ജാസ്മിൻ ചെയ്യുന്ന മൊത്തം നെഗറ്റീവാണ്. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് ക്ലിക്ക് കിട്ടാൻ വേണ്ടി ജാസ്മിൻ എന്ന് കണ്ടിട്ട് കൊടുക്കുകയും വേണം. എന്തായാലും സിബിനേക്കാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിന് ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ജാസ്മിൻ്റെ കയ്യിൽ തെറ്റുകൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഗെയിമിലേക്ക് വരികയാണ് ജാസ്മിൻ ചെയ്തത്. അല്ലാതെ ഇത് കണക്ക് ബിഗ് ബോസ് പറഞ്ഞ് കേൾക്കാതെ മൈക്കൊക്കെ ഊരിക്കളഞ്ഞും വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകണം അല്ലെങ്കിൽ മതിൽ ചാടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജാസ്മിൻ അല്ല നമ്മൾ കണ്ടത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്, കൺഫെഷൻ റൂമിൽ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ബിഗ് ബോസിൻ്റെ റൂൾ ഒരിക്കലും ജാസ്മിൻ തെറ്റിച്ചിട്ടില്ല. എന്തായാലും ഓടി നടന്ന് കരഞ്ഞ് മെഴുകി വിളിപ്പിക്കുന്ന നമ്മുടെ സിബിനെയാണ് കാണാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഗബ്രിയൊക്കെ അടിപൊളിയായിരുന്നു. കാര്യം ബിഗ് ബോസിനകത്ത് മാക്സിമം എഫേർട്ട് എടുത്ത് ഗെയിം കളിച്ചു. അവിടുന്ന് പുറത്തേക്ക് പോയപ്പം ആ ഒരു ഗെയിം അവിടെ കളഞ്ഞു. ഇനി ആ ബിഗ് ബോസ് എന്ന ഷോയിൽ ഉള്ളവരെല്ലാം തൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഗബ്രി കൊടുത്ത ഇൻ്റർവ്യൂസിനൊന്നും അങ്ങനെ ആരെ എടുത്ത് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കണ്ടിട്ടുമില്ല. എല്ലാവരും പക്ഷെ ചെയ്യുന്നത് ജാസ്മിനെയും ഗബ്രി മോസ്റ്റ് ഓവർ ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ നടന്ന് കുറ്റം പറയുന്നതാണ് കാണുന്നത്. കാര്യം തങ്ങളുടെ ഇൻ്റർവ്യൂസിനാണെങ്കിലും അല്ലെങ്കിൽ താൻ ചെയ്യുന്ന വീഡിയോസിനാണെങ്കിലും ക്ലിക്ക് കിട്ടണമെങ്കിൽ ജാസ്മിൻ എന്ന ഒരു തംബ്നെയിൽ ഇവർക്ക് വേണം. ആ വീടിനകത്തും സംഭവിച്ചത് അത് തന്നെയാണ്. അതായത് ജാസ്മിനെതിരെ ഗെയിം കളിച്ചത് കൊണ്ട് മാത്രമാണ് സിബിൻ എന്ന വ്യക്തി അവിടെ ഉയർന്നു വന്നതും അല്ലേ. ഇതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഗെയിമറുടെ കഴിവെന്ന്. ജാസ്മിനെതിരെ ഗെയിം കളിച്ച് എന്നതുകൊണ്ട് മാത്രമാണ് സിബിൻ കുറച്ചെങ്കിലും ഒരു പ്രേക്ഷക പിന്തുണ ഉണ്ടായത്. അതേസമയം ജിൻഡോയ്ക്കെതിരെ അല്ലെങ്കിൽ വേറെ ആർക്കെതിരെയെങ്കിലും ഗെയിം കളിച്ചെങ്കിൽ സിബിൻ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണമായിരുന്നില്ലേ. എന്തായാലും ഇനി നോക്കാം ഇനി എത്ര മെഴുകിൽ കാണാൻ കിടക്കുന്നുവെന്ന്. എന്തായാലും കരഞ്ഞ് മാക്സിമം വെളുപ്പിക്കാൻ ശ്രമിക്കുവാണ് നമ്മുടെ സിബിൻ. കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണെന്നുള്ളതും.